മക്കളെ എല്ലാവരും എൻ്റെ ദോശ കഴിക്കാൻ വരുമോ? എല്ലാ പേർക്കും നല്ല രീതിയിലാണ് കൊടുക്കുന്നത്. ഇതാണ് രത്നമ്മയമ്മ. ഞാൻ ഈ കടയിൽ ചെന്നപ്പോൾ ആരുമില്ലായിരുന്നു കേട്ടോ. കഴിക്കാൻ ആരെങ്കിലുമൊക്കെ വരുമെന്ന് പ്രതീക്ഷിച്ച് അമ്മ ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. കാര്യം ചോദിച്ചപ്പോഴാണ് മനസ്സിലായത്. കുറെ നാൾക്ക് ശേഷം അമ്മ ഇന്നാണ് കട തുറന്നത്. ഇവിടെ ദോശയും സാമ്പാറും ചമ്മന്തിയും രസോടൊക്കെയാണ് ഉള്ളത് കേട്ടോ. ഇന്നിപ്പോ ദോശയും സാമ്പാറും മാത്രമേ ഉള്ളൂ. അമ്മ ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്യുന്നതെങ്കിലും ഈ പ്രായത്തിലും കഷ്ടപ്പെട്ട് ഉള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഈ അമ്മയൊക്കെ അല്ലേ നമുക്കൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. വയസ്സായെന്നൊക്കെ ഒറ്റയ്ക്കാണ് ജോലി ചെയ്തെല്ലാം ജീവിക്കുന്നത്. അത് കുറേശ്ശെ നമുക്ക് അവസാനം വരെ ഇതുപോലെ കടരോഗിയാവാതെ നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ആരിവിടെ വന്നാലും ഭക്ഷണം വിളമ്പി സന്തോഷത്തോടുകൂടിയാണ് അവർക്ക് അമ്മ നൽകുന്നത്. ദോശയും കറിയൊക്കെ അസാധ്യ രുചിയായിരുന്നു കേട്ടോ. ഞാനൊരു 2 മണിക്കൂറോളം ആ കടയിലുണ്ടായിരുന്നു. എന്നിട്ട് ഒരാൾ പോലും അവിടെ കഴിക്കാൻ വന്നിട്ടില്ലായിരുന്നു. അത് അമ്മ കട തുറന്ന വിവരം ആരും അറിയാത്തത് കൊണ്ടാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുവഴി പോകുമ്പോൾ രത്നമ്മയമ്മയുടെ ഈ കൊച്ചു കടയിലെ വലിയ രുചി അറിയാതെ പോകരുത് കേട്ടോ. ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് മലയൻകീഴിനടുത്ത് ബ്ലോക്ക് നടയുള്ള ഈ കൊച്ചു കടയാണ്.